എനിക്ക് ഈ ഭാരതാംബയുടെ പ്രശ്നത്തിൽ പറയാനുള്ളത് ആരാധനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണ്. 1999 അടൽ ബിഹാരി വാജ്പേയിയുടെ രണ്ടാം ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് വന്നിരുന്നു. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി ഒരു രാഷ്ട്രീയ പാർട്ടികളോ ആരും ഉപയോഗിക്കാൻ പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും ദേശീയ പാർട്ടികളും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ആ മന്ത്രിസഭ വാജ്പേയി മന്ത്രിസഭ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് വീണു. ആ ഒരു ബില്ല് പാർലമെൻറ്റിൽ വന്നില്ല. അതുപോലെ ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് സമാനമായ കൊടി രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസോ NCPയോ ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടിയാകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടിയാക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ശിവരാജേട്ട, ഇന്നിപ്പോൾ BJPയുടെ കേരള പേജിൽ ദേശീയ പതാക ഉപയോഗിച്ച ഭാരതാംബ തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഇന്ത്യ ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കാൻ പറ്റില്ല. കോൺഗ്രസ് വേണമെങ്കിൽ പച്ച പതാക ഉപയോഗിക്കട്ടെ, CPM വേണമെങ്കിൽ പച്ചയും വെള്ളയും ഉപയോഗിക്കട്ടെ. അവർ കാണുന്ന ഭാരതാംബ ഹറാമ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നത്, ദേശീയ പതാകയ്ക്ക് സമാനമായ പതാക ഉയർത്തുന്നത് നിരോധിക്കണമെന്ന് ആരാധനായ ഇന്ത്യൻ രാഷ്ട്രപതിയോടും ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും ഞാൻ ആവശ്യപ്പെടുന്നു. BJPയുടെ പതാകയും ദേശീയ പതാകയ്ക്ക് സമാനമാണല്ലോ. അല്ല, BJPയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പതാകയാണ്. ദേശീയ പതാകയ്ക്ക് 3 കാവി പച്ച വെള്ള ഈ സമാനമായ കൊടിയാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്നത്. BJP അറിയാലോ, നിങ്ങൾക്ക് പറയണോ? നിങ്ങൾക്ക് അതറിയില്ലേ BJPയുടെ കൊടി എന്താണെന്ന്? താമരച്ചിനത്തുള്ള കാവി പതാക നിങ്ങൾക്ക് അറിയാം. അതല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഭാരതാംബയുടെ ഭാരതാംബയുടെ ചിത്രം ആര് വരച്ചു, എപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആരാണ് എഴുതിയതാണ് ശവൻകുട്ടി ചോദിക്കുന്നത്. ശവൻകുട്ടിയോട് ചോദിക്കുന്നത് കാറൽ മാർക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരാണ് കാറൽ മാർക്സ്? മാർക്സിൻ്റെ ഫോട്ടോ വയ്ക്കാൻ കാറൽ മാർക്സ് ആര്? നിങ്ങളുടെ മുത്തപ്പനാണോ? കാറൽ മാർക്സിൻ്റെ പേര് ആര് വരച്ചോ? ആരാ കമ്മ്യൂണിസം കൊണ്ടുവന്നത്? ഇത് ശിവൻകുട്ടി പറയണം, അല്ലെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ. അതുകൊണ്ട് ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു പതാക ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഭാരതാംബയുടെ ചിത്രത്തിൽ കാലാകാലമായി ഞാൻ ചോദിക്കട്ടെ, ഈ കാവിക്കൊടി എന്ന് പറയുന്നത് RSSൻ്റെ അല്ല. 925 വിജയദശമി RSS സ്ഥാപിച്ചത്. രാമായണ മഹാഭാരത യുദ്ധകാലത്ത് ശ്രീകൃഷ്ണൻ്റെ പേരിൽ ഓട്ടിയത് കാവിക്കൊടിയാണ്. എല്ലാ ക്ഷേത്രങ്ങളും മുകളിൽ പറക്കുന്നത് കാവിക്കൊടിയാണ്, പച്ചയല്ല. പച്ചക്കൊടി പറക്കുന്നില്ല, ഒരു പള്ളിയിലും പച്ചക്കൊടി പറക്കുന്നില്ല. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടി ആകണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? അതാണ് വേണ്ടത് എൻ്റെ അഭിപ്രായം. ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടി വേണമെന്നല്ല, ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് മുതലെടുപ്പാണ് നടത്തുന്നത്. കോൺഗ്രസ് മുതലെടുപ്പാണ്. സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയുമോ? രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയുമോ? പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യൻ ചരിത്രം അറിയുമോ? എന്ത് ചരിത്രം? ഇവർക്ക് എന്തെങ്കിലും ചരിത്രം അറിയുമോ? ഇവരാണ് ഈ കൊടി ഉപയോഗിക്കുന്നത്. അതൊക്കെ ഇറ്റാലിയൻ കൊടി ഉപയോഗിക്കട്ടെ.